ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. വീടിൻ്റെ മുറ്റത്ത് എങ്ങനെയോ മുളച്ചു വന്ന ഒരു ചെറുനാരങ്ങ തൈയാണ് കേട്ടോ. കുറേ വർഷങ്ങൾ ഇത് കായ്ക്കാതെ നിന്നു. അങ്ങനെ കോവിഡ് കഴിഞ്ഞൊരു സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ നിറയെ പൂക്കളും വന്നു. ഏതാണ്ട് നമ്മൾ പറയില്ലേ, മണൽ വാരിട്ട പോലെയൊക്കെയാണ്. പക്ഷേ ഒരു മഴ പെയ്തതോടുകൂടി ആ പൂവെല്ലാം കൊഴിഞ്ഞു പോയിട്ടോ. അതിനുശേഷം ഇത് വർഷത്തിൽ 2 തവണ പൂക്കാറുണ്ട്. വീട്ടിലെ ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോഴും അത് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല കുഞ്ഞങ്കായകളും വന്നിട്ടുണ്ട്. മുൻപ് കായ്ച്ചതിൻ്റെ ബാലൻസ് എന്നോണം ഇവിടെ ഒരുത്തൻ പതുങ്ങി കിടപ്പുണ്ട്. ഇത് പറിക്കാറായിട്ടില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവനെ പൊട്ടിച്ചെടുക്കാൻ. ഇനി ഈ തറയിൽ വീണ് കിടക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നമ്മുടെ ചാമ്പയുടെ ചോട്ടിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. ഇദ്ദേഹം 2ാമത്തെ തവണയാണ് പൂത്ത് നിൽക്കുന്നത്. പൂത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുക്കാൻ പറ്റില്ല. ഇതിലെ കായ്കൾ മുഴുവൻ കാക്കയ്ക്കും അണ്ണാനും വവ്വാലിനും ഒക്കെ ഉള്ളതാണ്. അവരും കഴിക്കട്ടെ എന്നേ, അവരും ഇതിൻ്റെയൊക്കെ അവകാശികളല്ലേ. ഈ സംഗതി എന്താണെന്ന് അറിയാമോ? ഇതാണ് കടത്തുമ്പ. നമ്മുടെ നാട്ടിൽ ഇതിനെ കടത്തുമ്പ എന്നാണ് കേട്ടോ പറയാ. ചാമ്പയുടെ ചോട്ടിൽ മുഴുവൻ ഇതാ. ഞാൻ അതുവഴി ഒന്ന് പാസ് ചെയ്തപ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ ഇലയിലൊന്ന് തട്ടി. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പരിഹാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങൾ ചാമ്പയുടെ പൂ കഴിക്കാറുണ്ടോ? ഈ പൂവിനൊരു ചെറിയ പുളിരസം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഉപ്പും കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ അടുത്ത പരിപാടിയിലോട്ട് പോട്ടെ. അപ്പോൾ എല്ലാം സെറ്റല്ലേ? ഓക്കെ, ബായ്.